ഈ ലൈറ്റ് റൂമിൻ്റെ ടോൺ കർവിൽ എല്ലാവരും ചെയ്യുന്നൊരു സംഭവമാണ് എസ് കർവ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ എസ് കർവ് ചെയ്യുന്നത് ആൻഡ് എന്തുകൊണ്ടാണ് എസ് കർവ് ചെയ്യുമ്പോൾ ഒരു ഫോട്ടോ എപ്പോഴും അടിപൊളിയാവുന്നത്? ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്. ഇതിന് മുന്നേ ഹിസ്റ്റോഗ്രാമിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ആ ഹിസ്റ്റോഗ്രാമിൻ്റെ ഒരു സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ ബ്ലാക്കും ഏറ്റവും റൈറ്റ് സൈഡിൽ വൈറ്റുമാണ് ഉണ്ടാവുകയെന്ന്. ഇതേ സെയിം സ്ട്രക്ചറിൽ തന്നെയാണ് നമ്മുടെ ടോൺ കർവ് വരുന്നത്. അതായത് ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ ബ്ലാക്കും ഏറ്റവും റൈറ്റ് സൈഡിൽ വരുന്നത് വൈറ്റാണ്. ഇതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ഷാഡോസ്, മിഡ് ടോൺസ്, ഹൈലൈറ്റ്സ് ഇത്രയും കാര്യങ്ങളും വരുന്നുണ്ട്. ഇതും ഹിസ്റ്റോഗ്രാം സെയിം തന്നെയാണ് കേട്ടോ. സോ ബേസിക്കലി നമ്മൾ എസ് കർവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഡോസ് ഡിക്രീസ് ചെയ്യും, അതുപോലെ ഹൈലൈറ്റ്സ് ഇൻക്രീസ് ചെയ്യും. സോ ഇതേ സെയിം സംഭവം തന്നെയാണ് നമ്മൾ കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോഴും സംഭവിക്കുന്നത്. അതായത് ആ ഹിസ്റ്റോഗ്രാമിൽ നോക്കിയാൽ നിങ്ങൾക്ക് ചേഞ്ച് മനസ്സിലാവും. പക്ഷേ കോൺട്രാസ്റ്റിൻ്റെ സ്ലൈഡർ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഹൈലൈറ്റ്സും ഷാഡോസും ഇൻക്രീസ് ആവുന്നത് ഒരു സെയിം പ്രൊപ്പോർഷനിലായിരിക്കും, ഒരു സെയിം റേഷ്യോയിലായിരിക്കും. ബട്ട് ഇതിൽ നമ്മൾ അങ്ങനെ ഒരു സെയിം റേഷ്യോയിലല്ല, മാനുവലായിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കുന്നത്. ബേസിക്കലി സെയിം സംഭവം തന്നെയാണ് അവിടെ നടക്കുന്നത്. സോ അതുകൊണ്ടാണ് ഫോട്ടോ എപ്പോഴും എസ് കർവ് ചെയ്യുമ്പോൾ അടിപൊളിയാവുന്നത്. ഇനി ബിഗിനേഴ്സ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, അതായത് നമ്മൾ കോൺട്രാസ്റ്റ് സ്ലൈഡർ യൂസ് ചെയ്യും, അതുപോലെ ബാക്കിയുള്ള ഷാഡോസും ഹൈലൈറ്റ്സും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ ഈ ടോൺ കർവ് യൂസ് ചെയ്യുന്നൊരു പരിപാടി. അത് ശരിക്കും നെസസറി ആയിട്ടുള്ള ഒരു സംഭവമല്ല. ഓൾറെഡി നമ്മൾ ഈ സ്ലൈഡേഴ്സ് യൂസ് ചെയ്തിട്ട് അവിടെ കോൺട്രാസ്റ്റ് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ടോൺ കർവ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എക്സ്ട്രാ കോൺട്രാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ലൈഡേഴ്സ് തന്നെ യൂസ് ചെയ്താൽ മതി. ഞാൻ ടോൺ കർവ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഹൈലൈറ്റ്സ് ബൂസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സോ അങ്ങനെ ആകുമ്പോൾ ഇമേജ് നമുക്ക് ഓവർ എക്സ്പോസ്ഡ് ആവാൻ പാടില്ല. സോ വൈറ്റിൻ്റെ ഏറ്റവും ടോപ്പ് സെക്ഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇമേജ് അങ്ങനെ ഓവർ എക്സ്പോസ്ഡ് ആയിട്ട് പോവില്ല. അതുപോലെ ഇമേജിന് ഫെയ്ഡ് എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്സിൻ്റെ സെക്ഷനിൽ ജസ്റ്റ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാറുണ്ട്. സോ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ടോൺ കർവ് യൂസ് ചെയ്യാറ്. Now you know why we using S curve and എന്തുകൊണ്ടാണ് എസ് കർവ് ചെയ്യുമ്പോൾ ഫോട്ടോ എപ്പോഴും അടിപൊളിയായിട്ട് കിട്ടുന്നത്.